ഹായ് അഞ്ജന. ഹലോ മാം. നേരത്തെ ഏത് കോഴ്സ് ആയിരുന്നടാ ചെയ്തിരുന്നേ? ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. എന്നിട്ട് എന്താ ഈ അക്കൗണ്ട്സിലേക്ക് വരാൻ കാരണം? അക്കൗണ്ട്സിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് കേട്ടു. സോ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി വന്നു. ഓക്കെ. അപ്പം നമുക്കിവിടെ PG ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സും ഉണ്ട്. അതുപോലെ തന്നെ PG ഡിപ്ലോമ ഇൻ ഫോറിൻ അക്കൗണ്ടിങ് ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ്, 2 കോഴ്സുകളാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമ്മൾ കമ്പനി അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യേണ്ടേ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയറുകൾ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടേ, ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ കോഴ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് പഠിപ്പിക്കുന്നത്? മെയിനായിട്ടും ടാലി പ്രൈം, ക്വിക്ക് ബുക്ക്, പീസ്ട്രി, സോഹോ ബുക്ക്, SAP, ഇത്രയും സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുക. കൂടാതെ നമ്മൾ അഡ്വാൻസ്ഡ് MS ഓഫീസും കൂടെ പഠിക്കും. മാം, ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലോ വന്നിരിക്കുന്നത്. സോ എനിക്ക് അക്കൗണ്ടിങ് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമോ? എനിക്കത് കംഫർട്ടായിരിക്കുമോ? അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ഇപ്പം നമുക്ക് BCom കഴിഞ്ഞ ആളാണെങ്കിലും MCom കഴിഞ്ഞ ആളാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് സ്ട്രീമിൽ നിന്നുള്ള ആളുകളാണെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ്. ഇപ്പം നമ്മൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ ഡയറക്റ്റ് ചെല്ലുന്നത് കൊമേഴ്സ്, ഇപ്പം BCom എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുന്ന ആളുകൾ ഡയറക്റ്റ് കൊമേഴ്സിലേക്ക് വരുന്നത്. അവർക്ക് അതിനെപ്പറ്റി ഒരു നോളജും ഇല്ലല്ലോ, ഡയറക്റ്റ് വന്ന് കയറുകയല്ലേ ചെയ്യുന്നേ. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ സ്റ്റുഡൻസും ഫ്രഷർ ആയിട്ടായിരിക്കും വരുന്നത്. അവരെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലേ പഠിപ്പിക്കും. അപ്പം നമ്മൾ MCom കഴിഞ്ഞു അല്ലെങ്കിൽ BCom കഴിഞ്ഞാലും കമ്പനി അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണമെന്നില്ല, ചെന്ന് കഴിയുമ്പോൾ അറിയത്തില്ല. അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, കമ്പനി അക്കൗണ്ട്സ് വേറെ, തിയറട്ടിക്കലായിട്ടുള്ള സ്റ്റഡി വേറെ. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം മുതലേ പഠിപ്പിക്കും. അതുകൊണ്ട് ഇയാൾക്ക് അത് ഓർത്ത് പേടിക്കേ വേണ്ട, എല്ലാം സ്മൂത്തായിട്ട് പോകും. ഓക്കെ, ഈ കോഴ്സ് കഴിഞ്ഞ് ഞാൻ ജോബിന് കയറുമ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും ഇത് ഹെൽപ്ഫുൾ ആവുന്നത്? നമ്മളിവിടെ ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ അകത്ത് റിയൽ ടൈം വർക്കുകൾ ആഡ് ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റായിട്ടും അതുപോലെ തന്നെ വർക്കുകളായിട്ട് ചെയ്യിപ്പിക്കുമ്പോഴും റിയൽ ടൈം വർക്കാണ് ചെയ്യുന്നത്. അതിപ്പം നമ്മൾ നേരത്തെ പണ്ട് കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പം എന്ത് പഠിച്ചാലും അതല്ല നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പം നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനികളിലെ അക്കൗണ്ട്സ് എടുക്കും. എന്നിട്ട് ആ അക്കൗണ്ട്സ് നിങ്ങളെ കൊണ്ട് തന്നെത്താൻ സോൾവ് ചെയ്യിപ്പിക്കും. അതിൻ്റെ അകത്ത് പല ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളൊക്കെ നമുക്ക് പ്രൊജക്റ്റുകളായിട്ട് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ ഫൈനൽ നിങ്ങൾ ഈ കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു വലിയ പ്രൊജക്റ്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ അതായത് അത് ഒരു കമ്പനിയുടെ ഫുൾ അക്കൗണ്ട്സാണ്. ആ അക്കൗണ്ട്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് അതൊരു ഫൈനൽ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്ത് ഓഡിറ്റിംഗ് വരെ എത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്ത് അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുപോലെ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വർക്ക് എക്സ്പീരിയൻസ് അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പം ടാക്സേഷൻ അറിയാവുന്ന ആളുകൾ കുറവാണ്. അക്കൗണ്ട്സിലേക്ക് വരുമ്പോഴത്തേക്കും ടാക്സേഷനും കൂടെ അറിയാമെങ്കിൽ അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് അത് വർക്ക് ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അറിയില്ലല്ലോ. അപ്പം ടാക്സേഷനും എല്ലാ സബ്ജക്റ്റും കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് തന്നെയാണോ അവിടെ പഠിപ്പിക്കുന്നത്? നമുക്കിപ്പോൾ MS ഓഫീസ് വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് AI ടൂളുകളും കൂടെ ആഡ് ചെയ്തിട്ടുള്ള MS ഓഫീസ് ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുക. അതുപോലെ ടാലിക്കകത്തേക്ക് വരുമ്പോൾ ടാലി പ്രൈം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അകത്തും വേർഷൻ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വേർഷൻ ഏതാണോ അത് നിങ്ങളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ അകത്തായിരിക്കും വർക്കുകൾ തരുന്നത്. ക്വിക്ക് ബുക്ക്, പീസ്ട്രി, സോഹോ ബുക്ക്, ഇതെല്ലാം സെയിം തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് പഠിക്കുക. പിന്നെ SAPക്കകത്തേക്ക് വരുമ്പോഴത്തേക്കും S4 HANA എന്ന് പറയുന്ന വേർഷനാണ് ഇപ്പം റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെയായിരിക്കും നമ്മൾ FICO എന്ന് പറയുന്ന മൊഡ്യൂൾ പഠിക്കുന്നത്. ഇവിടെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ എങ്ങനെയായിരിക്കും മാം? നമുക്കിപ്പം ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യും. ആദ്യം CV പ്രിപ്പറേഷൻ ക്ലാസ് ആയിരിക്കും, അത് കഴിഞ്ഞ് മോക്ക് ഇൻ്റർവ്യൂസ് അറേഞ്ച് ചെയ്യും. അപ്പം നമുക്ക് വോക്കിനായിട്ട് വന്ന് ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് പക്ക ആണ് എന്ന് തോന്നുമ്പം അവരുടെ ഡേറ്റാസ് മാത്രം നമ്മൾ പ്ലേസ്മെൻറ്റ് സെല്ലിലേക്ക് അയക്കും. പിന്നെ അവിടെ നിന്നായിരിക്കും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഒക്കെ കിട്ടുന്നത്. ഇത് കഴിഞ്ഞാൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കിട്ടുക? ഇപ്പം നമുക്ക് കഴിഞ്ഞ ഉടനെ ഫ്രഷർ ആണെങ്കിൽ നമുക്ക് ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് കയറാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റിംഗ് ഓഫീസിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നത് പലതരത്തിലുള്ള കമ്പനികളിലാണ്. നമുക്കിപ്പം ഏത് കമ്പനി വേണമെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ഉണ്ടാവും അക്കൗണ്ടൻ്റ്, അതുപോലെ സ്കൂളുകളിൽ, അങ്ങനെ ഏത് സെക്ഷനിലാണ് എങ്കിലും നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ സീനിയർ അക്കൗണ്ടൻ്റ്, CFO, അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അഡ്വാൻസ്ഡ് MS ഓഫീസ് അറിയാമെങ്കിൽ MIS റിപ്പോർട്ട്
ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലികൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ SAPയിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ AP, AR അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമായിരിക്കുമോ ഇതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക? പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്? ഇപ്പം അക്കൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സെക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും ഒരേപോലെ തന്നെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടാക്സിന് വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ വെച്ച് ഫോറിനിലേക്ക് നോക്കുമ്പോൾ ടാക്സ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആയിക്കോട്ടെ, അങ്ങനത്തെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന മെത്തേഡുകളെല്ലാം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ടും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ അക്കൗണ്ട്സും പഠിക്കുന്നുണ്ട്, ഫോറിൻ അക്കൗണ്ട്സും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ GCC കൺട്രീസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ VAT എന്ന് പറയുന്ന ആ ഒരു ടാക്സ് നമ്മളിവിടെ ഒരു കോഴ്സായിട്ട് ഇതായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്, ഒരു സബ്ജക്റ്റായിട്ട് മൊഡ്യൂളായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു ലാംഗ്വേജ് ബാരിയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല.